ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നോമോറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ബനാന ആൽമണ്ട് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അധികം വൈകാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബദാം എടുക്കാം. ഒരു 30 പീസ് ബദാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി അതെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഒരു 3-4 മണിക്കൂർ ബദാം വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിന് തൊലി നന്നായിട്ട് പൊളിഞ്ഞു വരാൻ വേണ്ടിയാണ്. അപ്പം നമുക്കിനി ബദാം വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ ബദാം വെള്ളത്തിലിട്ട് ചൂടാക്കിയാലും തൊലി നന്നായിട്ട് പോരുന്നതാണ്. ബദാമിൻ്റെ തൊലിയെല്ലാം പൊളിച്ചതിന് ശേഷം നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് ഇടാം. ഓറിയോ ബിസ്ക്കറ്റ് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഷേക്ക് ഏകദേശം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. നല്ല പൊടി പോലെ ആയിട്ടുണ്ട് സംഭവം. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പഴം ആഡ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചെറുപഴമാണ്. നിങ്ങൾക്ക് റോബസ്റ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. എല്ലാ പഴവും നമുക്ക് ഇനി മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി അതിനകത്ത് നേരത്തെ പൊളിച്ച് വെച്ച ബദാം ഇടാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ ബദാം അധികം ഒന്നും പൊടിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബദാം സ്പെഷ്യലായിട്ട് പൊടിച്ചിട്ട് പിന്നെയും ഇട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഓറിയോ ബിസ്ക്കറ്റ് അതിനകത്ത് ആഡ് ചെയ്യാം. ഒരു 10 സ്പൂണാണ് ഞാനിപ്പോൾ അവിടെ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് അതിനകത്ത് 2 ഗ്ലാസ് പാൽ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബനാന ആൽമണ്ട് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഷേക്കിൻ്റെ മീതെ ഡെക്കറേഷനായിട്ട് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ടുകയാണ്. കൂടാതെ ഹോർലിക്സും ഇടുകയാണ്. ബൂസ്റ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ടെസ്റ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ ടേസ്റ്റാണ് സംഭവം. ഞങ്ങൾ അധികം പഞ്ചസാര ഒന്നും അധികം ഇട്ടിട്ടുണ്ടാകുന്നില്ല. പക്ഷെ നല്ല മധുരമുണ്ട്. പഴത്തിൻ്റെ നല്ല മധുരം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അതെങ്ങനെയുണ്ട് സാധനം? ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണൊന്ന് ഞെക്കുക. എന്നാൽ മാത്രമേ ഞങ്ങൾ ആ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ സൈനിങ് ഓഫ്.